ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓഫർ ടൈം ആണിപ്പോൾ, കുറച്ച് ഡേയ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ആ ഒരു വ്യക്തിയുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്നിട്ടുണ്ട്. മെമ്മറീസ് ഓഫ് ലവ്, അതോറിറ്റി, പവർ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇൻഡ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. ഹാർട്ട് ചക്ര, ഫെർട്ടിലിറ്റി. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളൊരു കണക്ഷൻ. ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. സോ ഇപ്പം ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഓർമ്മകളായി കിടക്കുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും. ഓക്കെ, ഇപ്പം എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. അതോറിറ്റിയും അതുപോലെ പവറും. മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് ആദ്യം കിട്ടിയത്. സോ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്, ലൈഫിലെ ഒരു സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. ഇത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ വന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലായിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ്. കാരണം ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഈ ഒരു ബന്ധം എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. ഇൻഡ്യൂഷനാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്. സോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അത് യൂണിവേഴ്സിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബന്ധമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സോൾ കണക്ഷൻ ഓർ ടിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ മറക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരിക നിങ്ങളുമായിട്ട്. ഇപ്പം സെപ്പറേഷനിലാണെങ്കിലും ഇവിടെ ഒരു മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ആണ് കാണിച്ചു തരുന്നത്. ഓർമ്മയായിട്ട് നിൽക്കുകയാണ്, മീൻസ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തൊരു എനർജിയിൽ ഫേസ് ചെയ്യുന്നുണ്ടാകാം. എന്തായാലും നമുക്ക് ക്ലാരിറ്റി നോക്കാം. 7 ഓഫ് വൺസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇതിലെത്തിയിട്ടില്ല. അതായത് ഇമോഷണലി സ്റ്റേബിൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിയിട്ടില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരു ഹാർഡ് വർക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ കൈകളിലേക്ക് അത് സക്സസ് ആയില്ല. വിചാരിച്ചതുപോലെയുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയുടെയും മനസ്സിൽ എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഹാർഡ് വർക്ക് നടക്കുന്നത് എന്നുള്ളത് 9 ഓഫ് സോഡ്സ് ആണ്. എഗെയിൻ കൺഫർമേഷൻ ആണ്, ഒരു
കുറ്റബോധം വരിക, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരവസ്ഥ നേരിടാൻ കഴിയുന്നില്ല, ഡിപ്രഷനിലേക്ക് പോവുക, അതുപോലെ രാത്രിയൊക്കെ ഉറക്കം വരാത്തൊരവസ്ഥ, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. ഇപ്പം നിങ്ങൾ എത്ര മൂവ് ഓൺ ചെയ്തു, ഈ ബന്ധത്തിൽ നിന്ന് എത്രയൊക്കെ മൂവ് ഓൺ ചെയ്തു എന്ന് പറയുമ്പോഴും ചില സമയങ്ങളിൽ ഒരു സമയം വെച്ച്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓർമ്മകളിലേക്ക് നിങ്ങളെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഓക്കെ, അത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, ഈ പേഴ്സണും ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ഓക്കെ, ഒരു ഇപ്പം ചെയ്ത കാര്യങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുക, പശ്ചാത്താപം തോന്നുക, അത് തന്നെ ആലോചിച്ചിരിക്കുക, ഉറക്കമൊന്നും വരുന്നില്ല കറക്റ്റായിട്ട്, ഒന്നിനും ഒരു കോൺസെൻട്രേഷനും ഇല്ല, ഒരു പവറും ഇല്ലാത്തൊരു എനർജിയിലേക്കൊക്കെ പോകുക. അപ്പം അതിനർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുമായിരിക്കണം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. റീസൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യൂണിവേഴ്സിൻ്റെ ഒരു കയ്യൊപ്പ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട് എന്നുള്ളത്. ഓക്കെ, മേ ബി ട്വിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതായത് സമയമുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ലേൺ ചെയ്യുക, അല്ലെങ്കിൽ ലെസൺ ചെയ്തതിൻ്റെ ശേഷം ആയിരിക്കും നിങ്ങളുടെ ഒരു ഒന്നുചേരൽ എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ ആണ്. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും. ഇപ്പം നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇല്ല, ഇതിവിടെ ക്ലോസ് ആയിരിക്കുകയാണ്, ഇത് എൻഡ് ആയിരിക്കുകയാണെന്നുള്ളൊരു നിഗമനത്തിലോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലായിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ ആ പേഴ്സണും കരുതുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ടില്ല. അതായത് പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് എൻഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും അത് തോട്ട്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ് ഉള്ളത്, ഇത് സ്റ്റോപ്പായി, ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ടില്ല, ഇനി ഇതിലൊരു ഹോപ്പില്ല എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ മനസ്സിലാക്കൂ, ഇത് ജസ്റ്റിസ് ആണ്, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ആൻഡ് ഇതൊരു കൺഫ്യൂഷൻ കാർഡാണ്. സോ നിങ്ങൾക്ക് ഇവിടെ സമയം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, സമയം അനുകൂലമാകുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഈ ഒരു ലേൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് തുടക്കം ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ സെൽഫിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾ ആർജിച്ചെടുക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചില അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഈ പേഴ്സണെ യൂണിവേഴ്സ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തു, നിങ്ങളുടെ സെയിം സോളായിട്ട് കണക്ട് ചെയ്തു എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, 10 ഓഫ് വാൻസ് ആണ്. ഈ ഒരു ബന്ധം കാരണം വളരെയധികം സ്ട്രെസ് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ സ്ട്രെസ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത്. ഇത് സെയിം എനർജി നിങ്ങൾക്കും വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര മൂവ് ഓൺ ചെയ്യാൻ നോക്കിയിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും മാറാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ടി വരുന്നു, ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇവരെ തന്നെ വേണം എന്നൊക്കെ ഒരു തോന്നൽ വരുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഗെയിമാണ് കാണിക്കുന്നത്. ഇതൊരു ഗെയിം എന്ന രീതിയിലാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ സ്ട്രെസ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. അത് വെറും സ്ട്രെസ് അല്ല, ഈ ഒരു ബന്ധം കാരണം ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുക, മെൻ്റലി ആണ് പറയുന്നത്. അവർക്ക് ഇങ്ങനെ അത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, പക്ഷേ ഇത് കാണിക്കുന്നുണ്ടാവില്ല, പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു അവസ്ഥ ഇതാണ്. അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ ഇവരെ ഒരുപാട് ആലോചിക്കുന്ന സമയത്ത് ഇവർക്ക് നിങ്ങളുടെ എനർജി പോവുകയാണ്. നിങ്ങൾ ഇവരെ ഒരുപാട് തോട്ട്സിലേക്ക് കൊണ്ടുവരുമ്പം ഇവരുടെ എനർജി അവർക്ക് പോവുകയാണ്. ആൻഡ് അതേപോലെ തന്നെ ഇവർ നിങ്ങളെ ഒരുപാട്
ആലോചിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഫസ്റ്റ് വന്നത് മെമ്മറീസ് ഓഫ് ലവ്. ഈ ഒരു ഫീലിങ്സ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ പേഴ്സണും ഇത് മെമ്മറീസ് ആയിട്ട് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവർ നിങ്ങളെ മനസ്സിൽ വളരെയധികം ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് അവർക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് തോന്നുകയാണ് അവർക്ക്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതൊരു ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണ് ഈ ഒരു എനർജി. ഓക്കെ, അപ്പം ആ ഒരു സോൾ എന്താണോ അനുഭവിക്കുന്നത് അതേ സെയിം എനർജി നിങ്ങളിലേക്കും കൺവേർട്ട് ആവുകയാണ്. ഓക്കെ, ഇതിലൊരു 20% ആളുകൾ റീഡിങ് കാണുന്നവർ നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എനർജി എന്താണോ, അതായത് നിങ്ങൾക്ക് പുറമേ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് പറയുമ്പോഴും ലെറ്റ് ഗോ ചെയ്തു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഈ പേഴ്സണെ വേണം, അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അത് അവരിലേക്ക് എനർജി കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ സോളുകൾ തമ്മിൽ കണക്റ്റ് ആവുകയാണ്. ആ ഒരു കണക്ഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്. സെയിം ആ പേഴ്സണും ഒരു സ്ട്രെസ് വരുന്നത് അതുകൊണ്ടാണ്, ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഒരുപാട് ഓർമ്മകൾ വന്നിട്ട് ആ ഒരു ഓർമ്മകളാണ് ഈ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നതിൻ്റെ ഫലമായി അവർക്ക് ലഭിക്കുകയും അവരാലോചിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാണ്. ഫെർട്ടിലിറ്റി 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ കാർഡാണ്. വളരെയധികം സ്നേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫെമിനിൻ എനർജി കൂടുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എപ്പോഴും ഫെമിനിൻ ആയിരിക്കും, ഒരു ഇമോഷണലി കണക്റ്റ് ആവാൻ സാധിക്കുന്നത് ഫെമിനിൻ എനർജിക്കായിരിക്കും. അപ്പം ഇപ്പം മസ്കുലിൻ എനർജി കുറഞ്ഞിട്ട് ഫെമിനിൻ എനർജി കൂടുകയാണ്, ഒരു ഫീമെയിൽ എനർജി കൂടുകയാണ്. സോ അത് ബേസ് ചെയ്തിട്ടും അവരൊരു ഫീമെയിലിനെ പോലെ അല്ലെങ്കിൽ ഒരു മസ്കുലിൻ എനർജിയിലല്ല, അതായത് പവർ ഉണ്ടെങ്കിലും ആ പവർ അവർക്ക് കാണിക്കാൻ പറ്റാതെ എനർജി ഡൗൺ ആയി പോവാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചറിൽ നമുക്കിവിടെ ഒരു റിയൂണിയൻ പോസിബിലിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ ഒന്ന് നോക്കാം. എത്ര വർഷങ്ങളെടുത്ത് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും ഇതൊരു യൂണിവേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റിസണേറ്റ് ആവുന്നവരെടുക്കുക. അപ്പോൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ പാഠങ്ങൾ പഠിക്കുകയും നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം ഒരുപാട് നാളായിട്ട് നിങ്ങൾ വരുന്നില്ല, റിലേഷൻഷിപ്പിലേക്ക് റിട്ടേൺ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ സംഭവിക്കുന്നില്ല, വെയിറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആണ് നോക്കുന്നത്. ഫുൾ കാർഡ്, ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഡേ വന്നിട്ടുണ്ട്. എംബറർ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. മൂൺ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ട്രൂത്തായി വരേണ്ടതായിട്ടുണ്ട്, സത്യമായി വരേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കൈകളിലേക്ക് പ്രോപ്പറായിട്ട് എത്തേണ്ട ഒരു സമയം ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെച്ചുവേർഡ് ആയിരിക്കണം. ഏജൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ക്യാരക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെച്ചുവേർഡ് ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു ബേസ് ചെയ്ത് നമ്മൾ മെച്ചുവേർഡ് ആയിരിക്കില്ല. അപ്പോൾ ഇത് എല്ലാം തന്നെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന ടൈം എപ്പോഴാണോ അതാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ബാലൻസ് ആകാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് കാര്യം, അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, ലെസൺസ് എടുക്കാനുണ്ട്, പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിപ്പോഴും മേ ബി നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവില്ലായിരിക്കാം. അതായത് നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിനെ മുന്നോട്ടെടുക്കുക. ആ പാഠങ്ങളെ അത് എനിക്കിങ്ങനെ കിട്ടിയൊരു ചതിയാണ്, അല്ലെങ്കിൽ അത് കാരണം എനിക്കിങ്ങനെ നഷ്ടം സംഭവിച്ചു എന്ന് പറയാതെ അതിനെ പാഠമായി എടുത്തുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് നിങ്ങളെ സക്സസ്സുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. പോയവർ വീണ്ടും തിരിച്ചു വരും, അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്നൊക്കെയുള്ള ഇത്. അപ്പം ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തണം, മെച്ചുവേർഡ് ആകണം എന്ന് വേണമെങ്കിൽ പറയാം, എത്തണം എന്നുള്ളതാണ്. ഇവിടെ ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് വന്നതും ടൈം അനുകൂലമല്ല എന്നുള്ളതാണ്. അപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ നടക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചേസ് ചെയ്യാനുള്ളൊരു എനർജി പോകുന്നതും അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ചേസ് ചെയ്യാനുള്ളൊരു എനർജി വരുമ്പോഴും മേ ബി നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ച് നോക്കുകയോ ബ്ലോക്ക് അടിച്ചോ എന്ന് നോക്കുകയോ അല്ലെങ്കിൽ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടാകും. പക്ഷേ ഈ പേഴ്സണും ഇതേ എനർജി വരുമ്പോഴും അവരത് ചെയ്യുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്? സൈലൻ്റായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ആണ് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതായത് വാല്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അത് അങ്ങനെ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സെയിം ആയിട്ട് നിങ്ങൾ അവരെ ലെറ്റ് ഗോ ചെയ്തിട്ട്, നിങ്ങളുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്, അത് അവിടെ തന്നെ കിടക്കുക. നിങ്ങൾ ചേസ് ചെയ്യാതെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആക്കാൻ, നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. അപ്പം അതേ സെയിം എനർജി അങ്ങോട്ട് പോകുമ്പം ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യും. അപ്പം ആ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങൾ റൺ ചെയ്യും. ഒരു ടിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ, കൂടുതൽ എനർജിയിൽ ടിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണ് കാണുന്നത്. അപ്പം ടിൻ ഫ്ലെയിം ജേണിയൊക്കെ ആണെങ്കിൽ പാഠങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഒരു ഫുൾഫിൽമെൻറ്റ് യൂണിവേഴ്സ് തരത്തുള്ളൂ, ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉള്ള റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.